അതിന്റെ പ്രൊസീജിയറുകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ആ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. വളരെ നന്ദിപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം ഈ എലിഞ്ഞപുട് ദുർഗാദേവി ക്ഷേത്ര ഗ്രൗണ്ടിൽ ഒരു ഹൈമാസ്ക് ലൈറ്റ്, അത് ആ കഥാരചനയുടെ പ്രത്യേകതയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാണാത്തവരെ ഓർമ്മിപ്പിക്കുന്നതാണ്. കണ്ടവർക്കെല്ലാം അത് മനസ്സിലായി കാണും. ആ സിനിമയുടെ കഥ ഇതുപോലെ ജില്ലയിലെ തുണിനപ്പോ ക്രിസ്മോളിൽ കാലത്ത് ദേവസ്വം വമ്പമാക്കി വളർത്തിയല്ലോ. ഒന്നാണ് 10 സീറ്റുകൾ അല്ല സാർ. നമ്മൾ കോൺഗ്രസ് വെച്ച് കോൺഗ്രസ് പോകുന്നുള്ളൂ. പക്ഷെ കാട്ടി പങ്ക അറിയില്ല. അന്നു ചെല്ലാം അല്ലെങ്കിൽ പങ്കെ കണ്ടുള്ളൂ അല്ല കോൺഗ്രസ് ഘനഗാംഭീര്യമായ ശബ്ദമുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിപ്പോ മലയാള സിനിമയിൽ കോമഡി താരമായി മാറി ശ്രീജനാഥൻ. ഈ നാളിലെ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന ശ്രീ ലാലു അലക്സ്. കുഞ്ഞുമൊക്കെ പല പല റിലേറ്റീവ്സിൽ എത്തിയിട്ടോ അച്ഛനെ വെച്ച് തന്നെ കല്യാണം മാറ്റിവെച്ചാന്ന് പറഞ്ഞാൽ പിന്നെ പേഴ്സണൽ കമ്മിറ്റി ചോദിക്കുക അസുഖം മാത്രം സിനിമയ്ക്ക് സുഗന്ധം നോക്കാൻ. താങ്ക് യു വരുന്നു. പാട്ട് പാടിയ സുഹൃത്തുക്കള്, ഡാൻസ് ചെയ്ത കുട്ടികള്, ആങ്കർ ചെയ്ത സുഹൃത്തുക്കള്, ഇവിടെ കൂടിയിട്ടുള്ള വൈകിയുള്ള ഇവിടെയുള്ള പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാര്, ജനങ്ങള്, സുഹൃത്തുക്കള്, സിനിമ വലിയ പ്രശ്നമില്ലാതെ കൊമേഴ്സിലേക്ക് വിജയിച്ചു. OTT വന്നു, ധാരാളം പേര് കണ്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലുള്ളത്. സിനിമയിലേക്ക് എത്തണം എന്നുള്ളത് ചെറുതിലെ പോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ ആ ഒരു പ്രായത്തിൽ സിനിമയിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. കോവിഡ് വന്നപ്പോൾ സജി സദാനയ്ക്കൊപ്പം കൂടിയിട്ട് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമ പഠിച്ച് സിനിമ ചെയ്ത ആളാണ് ഞാൻ. ഈ OMA ജംഗ്ഷനിലൊക്കെ ഇരിക്കുമ്പോൾ തമാശ കഥകൾ ഉണ്ടാക്കി പറയുമായിരുന്നു. ആ തമാശ കഥകളൊക്കെ അത്യാവശ്യം ചെറുതൊക്കെ ഹിറ്റാകുമായിരുന്നു. പലതും പലരെ വെച്ചും പറയുന്നതായിരുന്നു. പ്രത്യേകിച്ച് അന്വേഷണം വെച്ച് ഒക്കെ ഒരുപാട് കഥകൾ ഉണ്ടാക്കി പറയുമായിരുന്നു. അത്തരം കഥകളൊക്കെ നമ്മുടെ JKP, വിമല് അടക്കമുള്ളവരെ വലിയ ചിരിച്ച് വിജയിപ്പിച്ചതാണ് എനിക്ക് തോന്നിയത്. കഥ പറയാൻ, തമാശ കഥകൾ പറയാൻ എവിടെയും എനിക്ക് കഴിവുണ്ടെന്ന്. അങ്ങനെ ഈ OMA ജംഗ്ഷനിൽ ഇരുന്ന് കൂട്ടുകാരെ വെച്ച് കഥ പറഞ്ഞ് അത് വിജയിച്ച് അതിന്റെ ആത്മവിശ്വാസത്തിൽ സിനിമയിലെത്താമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. ഇപ്പോ സിനിമ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ അതുപോലൊരു സംഗതിയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ കാണുന്ന കാഴ്ചകൾ ഒന്ന് സറ്റയറായിട്ട് കണ്ടിട്ട് അതിനെ എങ്ങനെ സിനിമയാക്കാം എന്ന് ചിന്തിച്ചത്. ഇതുപോലൊരു പരിപാടി നമ്മുടെ നാട്ടിൽ നേരത്തെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. OMAയുടെ നേതൃത്വത്തിൽ ശ്രീജേഷിന് നാഷണൽ അവാർഡ് കിട്ടിയ അവസരത്തിൽ ശ്രീജേഷും ഞാനും ആദ്യമായിട്ടൊരു പ്രോഗ്രാം പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഈ ഇലഞ്ഞിമൂട് ക്ഷേത്രത്തിലാണ്. അല്ലാതെ സ്കൂള് സ്റ്റേജുകളൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഇലഞ്ഞിമൂട് ക്ഷേത്രത്തിലാണ്, ഈ വേദിയിലാണ്. നാളുകൾക്കിപ്പോൾ ഇങ്ങനൊരു സന്തോഷകരമായിട്ടുള്ള സഹായവും ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഈ വിജയങ്ങൾ എപ്പോഴും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിജയങ്ങൾ സ്ഥായിയായിട്ട് നിൽക്കുന്നതല്ല. അപ്പം ഇനി ചിലപ്പോൾ വിജയങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ മാത്രമാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് പേര് വളരെ സന്തോഷം തോന്നുന്ന വിധത്തിൽ ഒക്കെ സംസാരിച്ചു. അവരോട് ഓരോരുത്തരോടും നന്ദി. സത്യത്തിൽ ഞാൻ നന്ദി പറയാനായിട്ട് നിൽക്കുന്നില്ല. പകരം എന്റെ നന്ദി എന്ന് പറയുന്നത് അടുത്ത സിനിമ
അത് ഗംഭീരമാക്കാനുള്ള ഒരു ശ്രമം അതായിരിക്കും എനിക്ക് ഈ നാട് തരുന്ന സ്നേഹത്തിന് തിരിച്ച് തരാനുള്ളത്. അപ്പൊ അടുത്ത സിനിമ ഇതിലും ഗംഭീരമാക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നത്. എത്രത്തോളം നടക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഈ കഥ ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ്. അതുപോലൊരു കഥ ഇനി കിട്ടില്ല. അപ്പൊ ഇനി വരുന്ന സിനിമകളും വിജയിപ്പിക്കാനുള്ള ശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരുപക്ഷെ വേണ്ടത്ര ഇതുപോലെ വന്നില്ലെങ്കിലും നിങ്ങളെല്ലാവരും അന്ന് കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സജീവ് സദാനം പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ സിനിമയിലേക്ക് വരണം. അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന